പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഈ സാബത്ത് ദിനത്തിന്റെ എല്ലാ പ്രാർത്ഥനകളും ആത്മാർത്ഥമായിട്ട് നേരുകയാണ്. നമ്മുടെ ക്രിസ്മസിന്റെ ദിനങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ന് എന്താണ് വചനം പറയേണ്ടത്? അങ്ങനെ നമ്മുടെ സുവിശേഷം എടുത്ത് വെറുതെ തുറന്നു നോക്കി. പ്രിയ സഹോദരൻ, എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത് കണ്ണ് ശരീരത്തിന്റെ വിളക്ക്. കണ്ണ്, അതായത് ലൂക്കാസ് സുവിശേഷം 11-ാമത്തെ അധ്യായത്തിലെ 33, അതിന്റെ ക്യാപ്ഷനാണ് കണ്ണ് ശരീരത്തിന്റെ വിളക്ക്. ഈ കാലഘട്ടത്തിൽ ഒരുപാട് ദൈവമക്കളുടെ ശരിക്കും ഈശോയിലേക്ക് അടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് മക്കളുടെ വേദനയാണ് കണ്ണ്. അച്ഛാ, ഞങ്ങളുടെ ഏറ്റവും വലിയ വേദന ഞങ്ങളുടെ കണ്ണാണ് അച്ഛാ, ഞങ്ങൾക്ക് പറ്റുന്നില്ല അച്ഛാ, കാണാൻ പാടില്ലാത്ത കാണണ്ടെന്ന് അറിയാം, പക്ഷെ അറിയാതെ അവിടേക്ക് പോകുന്ന ഒരു ജ്വരം ഞങ്ങളുടെ കണ്ണിനുണ്ട് എന്ന് പറയുന്നത് കണ്ണ് ശരീരത്തിന്റെ വിളക്കാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ക്രിസ്തുമസിന് ഏറ്റവും അടുത്ത ഒരുക്കല്ലേ ഈശോ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത്, ഈശോയെ, പ്രത്യേകിച്ച് 25-ാം തീയതി നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരിച്ച് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു നിയോഗം, കർത്താവേ, കണ്ണിനെ വിശുദ്ധമായി സൂക്ഷിക്കുവാൻ, കാണേണ്ടത് കാണാനും കാണാൻ പാടില്ലാത്ത ഇടങ്ങളിൽ കണ്ണ് അടയ്ക്കാനും വേണ്ട ദൈവകൃപ എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ, ഈശോത്തൻ ഹൃത്തിനുള്ളിൽ, ഈശോത്തൻ മേലങ്കിക്കുള്ളിൽ. രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.